കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു. നട തുറന്നു. ഇന്നിപ്പോൾ പഞ്ചഗവ്യം ആടലൊക്കെ കഴിഞ്ഞു 40 ദിവസത്തെ. ഇനിയിപ്പോൾ നാളെ കളഭാട്ടമാണ്. വളരെ പ്രധാനപ്പെട്ട പ്രസിദ്ധമായ കളഭാട്ടം, സാമൂതിരി കോലത്തിൻ്റെ വകയായ കളഭാട്ടമാണ് നാളെ. അതായത് ഭഗവാന്റെ വിഗ്രഹം മുഴുവൻ കളഭത്തിൽ ആറാടിച്ചിങ്ങനെ ഇരിക്കുന്ന കാഴ്ച നാളെ ഏകദേശം 12 പൂജ കഴിഞ്ഞാൽ കാണാം. അവിടുന്ന് അങ്ങോട്ട് തുടങ്ങായി. അങ്ങനെ ഉച്ചപൂജയ്ക്കും എല്ലാതും പിന്നെ നമുക്കതങ്ങനെ കാണാൻ പറ്റുക. വളരെ മനോഹരമായ കാഴ്ചയാണ്. നാളെ അങ്ങനെ കാണാം. അപ്പോൾ നമുക്കിന്ന് പോയി നോക്കാം. നേരെ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിനെ ഒന്ന് പ്രദർശനം ചെയ്യുക. അപ്പോൾ ഗരുഡൻ്റെ വെങ്കല ശില്പവും അതേപോലെ തന്നെ കുചേലനെയൊക്കെ കണ്ട് നമ്മൾ നേരെ ഇങ്ങനെ വന്ന് അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വന്ന് ഗണേശനെ കണ്ട് തൊഴാം. നേരെ വന്ന് നമ്മൾ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് വന്ന് കൊടിമരവും അതേപോലെ ആ വലിയ ബലിക്കല്ലും അതേപോലെ ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകളും നടുക്കുള്ള ലക്ഷ്മി ദേവീനെയൊക്കെ കണ്ട് തൊഴുത് വാതിൽപ്പടി കയറുമ്പോൾ ഇടതേ സൈഡിലുള്ള മേൽപ്പത്തൂരിൻ്റെ പീഠം കിടാവിളക്കൊക്കെ കണ്ട് വലതേ സൈഡിൽ അത് തൂണ് നോക്കി തൊഴുത് ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്. ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ വളരെ സുന്ദരമായ ആ രൂപമാണ് കാണുന്നത്. ഇന്നിപ്പോൾ കാലിങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ആ കാൽപാദങ്ങൾ കാണാണ്ട്, കാൽത്തളകൾ കാണാണ്ട് അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ ഒരു കുസൃതിക്കുട്ടൻ കേട്ടോ. അങ്ങനെ നോക്കി വരുമ്പോൾ അരമണി കാണാണ്ട്, കിങ്ങിണി കാണാണ്ട്, അരമണിയും കിങ്ങിണിയൊക്കെ ഇങ്ങനെ കാണാണ്ട് പട്ടുകോണൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ ഒരു മാങ്ങാമാല, ഒരു വളയം പോലത്തെ മാല, ഒരു പതക്കം പോലത്തെ മാല, ഒരു ഗോപീതിലകം വെച്ചിട്ടുണ്ട്. അതേപോലെ കൈവളകൾ കാണാണ്ട്, തോൾവളകൾ കാണാണ്ട്, കയ്യിൽ വലത്തെ കയ്യിൽ ഒരു പൊന്നോടക്കുഴൽ കൊടുത്തിട്ടുണ്ട്. ഇടത്തെ കൈ ഇങ്ങനെ അരയിലിങ്ങനെ കുത്തി വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ഇരുത്താട്ടോ. എന്താ ഇപ്പോൾ ഉദ്ദേശം എന്നറിയില്ല. എന്തായാലും ഒരു ഇരുത്തം അങ്ങനെ നല്ല രസമായിട്ടുള്ള ഇരുത്താം, കുസൃതി നിറഞ്ഞ ഇരുത്തം. അതേപോലെ തന്നെ മുകളിലേക്ക് നോക്കിയാൽ ഗോപീതിലകം വെച്ചിട്ടുണ്ട്. പിന്നെ പീലിത്തിരിമുടി കെട്ടി പീലി ഉണ്ടാക്കിയിട്ടുണ്ട്. കളഭം കൊണ്ടൊരു പീലി ഉണ്ടാക്കിയിട്ടുണ്ട്. കാതിൽ ചെവിപ്പൂക്കൾ കാണാണ്ട് 2 തിരുമുടിമാലകളാണുള്ളത്. ഒന്ന് വെളുത്ത പൂവും തെച്ചിയും, പിന്നെ ഒന്ന് തെച്ചി മാത്രമായിട്ടും. അങ്ങനത്തെ അത് വേറിട്ട് ഇങ്ങനെ കാണാനുണ്ട്. പിന്നെ കാണാനുള്ളത് 2 ഉണ്ടമാലകളെ എന്താ വെച്ചാൽ വനമാല പോലെ തെച്ചിയും തുളസിയും സമ ആയിട്ടിങ്ങനെ തെച്ചിയും തുളസിയും തെച്ചിയായിട്ട് അങ്ങനത്തെ 2 ഉണ്ടമാലകളും. അപ്പോൾ വളരെ മനോഹരമായുള്ള കാഴ്ച. അപ്പോൾ നമ്മളെല്ലാവരും ഇപ്പോൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ സോപാനപ്പടിയിൽ നിന്ന് കാണുകയാണെന്ന് അങ്ങനെ മനസ്സുകൊണ്ട് വിചാരിക്കുക. ആ ഭഗവാനെ ഇങ്ങനെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ആ ഉണ്ണിക്കണ്ണനെ ഉണ്ണിക്കണ്ണനെ മുട്ടുകാലിങ്ങനെ തൂക്കിയിട്ടിരിക്കുന്ന ഉണ്ണിക്കണ്ണനെ കണ്ട് പ്രാർത്ഥിച്ചോളൂ. എല്ലാവരും പ്രാർത്ഥിച്ചോളൂ കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ വന്ന് അഗ്നികോണിലുള്ള ബലിക്കല്ലും അതേപോലെ തിടപ്പള്ളിയൊക്കെ നോക്കി തൊഴാം. പിന്നെ ആലിലെ കണ്ണനെയും സപ്തമാതാക്കളെയൊക്കെ കണ്ട് തൊഴുത് ഗണേശൻ്റെ അടുത്ത് വരിക. ഗണേശനെ കണ്ട് പ്രാർത്ഥിക്കാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറിയിക്ക് നോക്കുക. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ അവിടുന്ന് തൊഴുത് വന്ന് കോർണറിലെത്തിയ ചെറിയ ഗണേശനെ കണ്ട് തൊഴാം. പിന്നെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ടു തൊഴാം. നേരെ വന്ന് വാമന രൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപവും അതേപോലെ ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയും അനന്തശായിയായ അനന്തപത്മനാഭനെയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ നേരെ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഉഗ്രരൂപിയായ നരസിംഹത്തെ കാണാം. അതൊക്കെ കണ്ട് തൊഴുത് ഇങ്ങനെ വരുമ്പോൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങൾ ശ്രീരാമചന്ദ്രനും ബലരാമനും ഭാർഗവരാമനും ശ്രീകൃഷ്ണനും കണ്ട് തൊഴുത് മുരുകനെയും കണ്ട് തൊഴുത് ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരിക. ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം
വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്വടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അങ്ങനെ പിന്നെ രാധാകൃഷ്ണ വിഗ്രഹവും ആ കാളിയമർദ്ദന രൂപവും വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് ആ ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. താമരക്കണ്ണനെ കണ്ട് തൊഴാം. പിന്നെ അങ്ങനെ കൊടിമരം നോക്കി തൊഴുക. പിന്നെ വീണ്ടും നമ്മൾ ആ മണിക്കിണറും നൃത്താറയൊക്കെ കണ്ട് തൊഴുത് കുറൂരമ്മേനെയും നാരദരെയും വസുദേവരെയും മേൽപ്പത്തൂരിനെയൊക്കെ കണ്ട് തൊഴുത് ഇങ്ങനെ വടക്കേ നടയിൽ കൂടെ പുറത്ത് വരിക. പുറത്ത് വന്നതിന് ശേഷം നമ്മൾ നേരെ പ്രസാദ കൗണ്ടറിൻ്റെ അവിടുന്ന് ചന്ദനവും തീർത്തും വാങ്ങാം. പിന്നീട് എടത്തരികത്തുകാവിലെ ഭഗവതിയെ കാണാനായിട്ട് പോവാം. ഭഗവതിയുടെ അവിടെ വന്ന് ഭഗവതിയെ കണ്ട് തൊഴാം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ ആ കോർണറിലെത്തിയാൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞ് നിൽക്കുക. എന്നിട്ട് പ്രാർത്ഥിക്കുക. നമ്മയൂരപ്പനെ മനസ്സിൽ വിചാരിക്കുക. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിച്ച് മമ്മിയൂരപ്പനെ പ്രാർത്ഥിക്കുക. അതിന് ശേഷം നമ്മൾ അവിടുന്ന് ഇങ്ങനെ കൊടിമരത്തിൻ്റെ അവിടെ വന്ന് വീണ്ടും ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ പൊന്നുണ്ണിക്കണ്ണനെ കണ്ട് തൊഴുത് പ്രാർത്ഥിക്കാം, നമസ്കരിക്കാം. അതിനുശേഷം നമ്മളിങ്ങനെ കൂത്തമ്പലത്തിൻ്റെ അവിടെ വരിക. കൂത്തമ്പലത്തിൻ്റെ അവിടെ വന്നിട്ട് ഒന്ന് നമസ്കരിക്കാം. അതേപോലെ അയ്യപ്പസ്വാമിയുടെ അടുത്ത് വന്ന് അയ്യപ്പസ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമാം. അങ്ങനെ അവിടെ പ്രദക്ഷിണമായിട്ട് വന്ന് പിന്നെ പടിഞ്ഞാറ് നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും അതേപോലെ കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് പടിഞ്ഞാറ് നടയിൽ കൂടെ പുറത്ത് വന്ന് നേരെ രുദ്രതീർത്ഥ കുളത്തെ പ്രദക്ഷിണം ചെയ്യാനായിട്ട് പോവാം. അങ്ങനെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ അടുക്കുള്ള കാളിയമർദ്ദന രൂപിയെ കണ്ട് തൊഴാം. അങ്ങനെ കണ്ട് തൊഴുത് അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ നാരായണാലയത്തിൽ കയറിയിട്ട് പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന ഉണ്ണിക്കണ്ണൻ്റെ വിഗ്രഹം കണ്ട് തൊഴാം. പിന്നെ അവിടുന്ന് ഭഗവതി നടയിലും അതേപോലെ വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെയും വന്ന് തൊഴുത് പ്രാർത്ഥിക്കാം. അങ്ങനെ തെക്കേ നടയിലുള്ള കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാനായിട്ട് പോവുക. അങ്ങനെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ ഭഗവാന്റെ മഹാദേവനെയും അതേപോലെ പാർവതീദേവിനെയും മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പ്രദക്ഷിണം ചെയ്യാം. അപ്പോൾ അവരുടെ അനുഗ്രഹം നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം. അതുപോലെ നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കാൻ വേണ്ടി നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. അവരവരുദ്ദേശിച്ച കാര്യങ്ങളൊക്കെ ഗുരുവായൂരപ്പൻ നടത്തി കൊടുക്കട്ടെ. ഹരേ കൃഷ്ണ.